കാമുക സംഗമവേളയിലേ മധുവിധുരാവിനാൽ ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരി ഏന്തി ബാക്കിയുള്ളവരെ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തൈരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ബാബുരാജിന്റെ ഓർമ്മയിൽ നിന്നാണ് ഈ പാട്ട് വഴി തുടങ്ങാൻ എനിക്ക് തോന്നുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, വി ആർ സുധീഷിന്റെ പാട്ടോർമ്മയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് സുധീഷ് അസുഖബാധിതനായി തന്റെ സുഹൃത്തിനെ കാണാൻ പോകുന്ന ഒരു സന്ദർഭം പറയുന്നത്. അദ്ദേഹം ക്യാൻസർ ബാധിതനായി ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. സുധീഷ് അവിടെ ചെല്ലുന്നു. എന്താണ് ഈ മനുഷ്യനോട് പറയേണ്ടത് അറിയില്ല, എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയില്ല. എങ്കിലും കൈകൾ ചേർത്ത് പിടിച്ച് കുറെ വിശേഷങ്ങൾ, പ്രസാദാത്മകമായ ചില കാര്യങ്ങളൊക്കെ പരസ്പരം പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും ജീവിതത്തിന്റെ ആത്യന്തികമായ വ്യർത്ഥതയെക്കുറിച്ചും ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്നുള്ള വളരെ പതിവ് സാന്ത്വന വാക്കുകളും ഒക്കെ പറഞ്ഞപ്പോഴും ഈ രോഗിയായി കിടക്കുന്ന സുഹൃത്ത് സുധീഷിനോട് പറഞ്ഞൊരു വാചകമുണ്ട്. എനിക്ക് മരിക്കാനൊന്നും ഒരു ഭയവുമില്ല, പേടിയില്ല, എനിക്കറിയാം, തീർച്ചയായിട്ടും ഞാൻ പോവുകയാണ്. പിന്നെ കൈകൾ കൂട്ടിച്ചേർത്ത് പിടിച്ച് സുധീഷിനോട് പറഞ്ഞു, പക്ഷെ ഒറ്റൊരു വിങ്ങൽ മാത്രമേ എനിക്കുള്ളൂ, ഒറ്റൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഈ ബാബുക്കിനും ഈ ഭാസ്കരനൊക്കെ ഉണ്ടാക്കി വെച്ച പാട്ട് കുട്ടി ഞാൻ ഇങ്ങനെ പോകണം എന്നായിരുന്നു ആ മനുഷ്യന്റെ മറുപടി. അതിലുണ്ട് ഒരു സാധാരണ സംഗീതാസ്വാദകന്റെ, പാട്ടാസ്വാദകന്റെ മനസ്സ് എത്രമാത്രം ആഴത്തിലാണ് ബാബുക്കയെ പോലുള്ള ഒരു സംഗീത സംവിധായകനെ, സംഗീത സംവിധായകൻ ആ മനുഷ്യനെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. കാരണം അദ്ദേഹത്തിന്റെ അസുഖബാധയേക്കാൾ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട് ഒരർത്ഥത്തിൽ ബാബുക്കയുടെ പാട്ട്. അല്ലാതെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, പല സംഗീത സംവിധായകരും ഒരു പാട്ട് നിർമ്മാണത്തിൽ പല്ലവി, അനുപല്ലവി, ചരണങ്ങൾ, പല്ലവിക്കും അനുപല്ലവിക്കും ചരണം, പല്ലവിക്ക് ഒരു ഈണം, അനുപല്ലവിക്ക് മറ്റൊരു ഈണം, ചരണത്തിന് അതേ ഈണം തന്നെയാണ് ആവുന്നത്. എന്നാൽ ബാബുരാജന്റെ പല പാട്ടുകൾക്കും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ചരണത്തിനും വ്യത്യസ്തമായ ഈണങ്ങൾ അദ്ദേഹം ചമച്ചുന്നതാണ്. കാരണം അത്രയും ഉണ്ട് ആ മനുഷ്യന്റെ ഉള്ളിൽ, ഹൃദയത്തിൽ സംഗീതം നിറഞ്ഞു നിൽക്കുന്നത്. ഒരു ഉദാഹരണം, മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ മമ സഖി നീ എന്ന് വന്നു ചേരും മനതാരി മാറിക്കാ മൂടിക്കഴിഞ്ഞല്ലോ മമ സഖി നീ എന്ന് വന്നു ചേരും ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോ ചോദിക്കുവാൻ. അതായത് പല്ലവി ഈ ഈണമാണെങ്കിൽ അനുപല്ലവി ചരണത്തിന് ഈ ഈണമല്ല. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നു
സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു, നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ ഈ വൈവിധ്യം ബാബുക്കയുടെ മിക്ക പാട്ടുകളുണ്ടെന്നുള്ളത് എന്ന് പറഞ്ഞാൽ പല്ലവിയിലെ ഒരു ഈണം, അനുപല്ലവിക്ക് ഒരു ഈണം, ചരണങ്ങൾക്ക് വ്യത്യസ്തമായ ഈണങ്ങൾ. കാരണം അത്രയും തിങ്ങി നിറഞ്ഞ സംഗീതം ഉള്ളിലുള്ളതുകൊണ്ടാണ് പലപ്പോഴും ദേവരാജ മാഷ് ഇതിലാണ്. പക്ഷെ ദേവരാജ മാഷ് പലപ്പോഴും പല്ലവി കഴിഞ്ഞാൽ അനുപല്ലവിച്ചിട്ടാണെങ്കിലും ഒരേ ഈണത്തിൽ തന്നെയാണ് ചിത്രപ്പെടുത്തിയിരുന്നത്. പക്ഷെ ബാബുക്ക അത് വ്യത്യസ്തമായ സാധനങ്ങൾ ചിത്രപ്പെടുത്തിയിരുന്നതാണ്. അത് ഏറ്റവും വലിയ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ആ ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പാട്ടുകാരിലേക്ക് പോവാം. ഞങ്ങൾ ലിസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ കൂടി വിളിക്കാൻ വേണ്ടിയിട്ട്. ഷാബു ഏതിലാ അയച്ചത്? ഹാങ്ങിലാ? ഓക്കെ. അല്ല, ആ ഗ്രൂപ്പിന്റെ പേര് ഹാങ് ഓവർ എന്നാണ്. അതുകൂടെ ഹാങ്ങിലാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹാങ് ഓവർ കേട്ടോ. ഒന്നിച്ച് ചേർന്നിട്ട് പിരിയുമ്പോൾ അതിന്റെ ഒരു സംപ്രാസം മീൻസ് പിന്നെ ഓർക്കുമ്പോഴാകുന്ന പ്രശ്നമൊക്കെ ഇല്ലേ, അങ്ങനെ രൂപപ്പെട്ട ഗ്രൂപ്പാണ് ഹാങ് ഓവർ. അപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട പാട്ട്, അത് പ്രിയപ്പെട്ട ആലങ്കോട് തിരക്കിനിടയിൽ മറന്നുപോയതാവാൻ സാധ്യതയില്ല, തിരക്ക് കൊണ്ട് വിട്ടുപോയതാവാൻ സാധ്യതയുള്ളൂ. അത് മറ്റൊന്നുമല്ല, അത് ഭാസ്കരൻ മാഷ് മലബാറിലെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ജീവചരിത്രക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഒരു പാട്ടില്. ആ പാട്ട് ബാബുരാജാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ആ പാട്ട് കേട്ടാൽ എല്ലാവരും ഒന്നിച്ച് നമ്മൾ പാടുന്ന പാട്ടാണ്. അത് 70-80കളിലെ മലബാറിലെ മുസ്ലിം സ്ത്രീയുടെ ജീവിത ചരിത്രമാണ്. കദളി വാഴക്കൈവന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. മാലനാണ് വരുന്നതെങ്കിൽ അവിടെ മ്യൂസിക് ഉണ്ട്, കേട്ടേ? കിട്ടും 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 കിട്ടും. വളരെ ഫോക്കിഷ് ആയിട്ടുള്ള സാധനമാണ് ബാബുരാജ് കൊണ്ടിരുന്നത്. ഹിന്ദുസ്ഥാനിലൊക്കെ മുങ്ങി നിൽക്കുന്ന മനുഷ്യനാണ്. ഇവിടെ എത്തുമ്പോ ഭാസ്കരന്റെ വരികൾ കിട്ടുമ്പോ മാലനാണ് വരുന്നതെങ്കിൽ മധുരപ്പത്തിരി നൽകേണം, മാവു വേണം, എണ്ണ വേണം, പൂവാലി പശുവേ പാൽ തരണം. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. സുന്ദരനാണ് വരുന്നതെങ്കിൽ സുറുമയെത്തിരി എഴുതേണം, കാപ്പു വേണം, കാൽത്തള വേണം, കസവിൻ കട്ടം മേലിടണം. കദളി വാഴക്കൈയിലെ പടത്ത് കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. അതിന്റെ രണ്ടാമത്തെ ചരണത്തിന് ബാബുരാജ് കൊടുത്ത ഇനം തികച്ചു വ്യത്യസ്തമാണ്. കാരണം അതിന്റെ വരികൾ വ്യത്യസ്തമാണ്. കാരണം മാരനാണ് വരുന്നതെങ്കിൽ മധുരപ്പത്തിന് നൽകണം, അതുപോലെ തന്നെ എന്ത് വേണം, പൂവാലി പശുവിനോട് പാല് തരാൻ പറ്റും. സുന്ദരനാണെങ്കിൽ സുറുമയിടണം, കാപ്പ് വേണം, കാൽക്കാവ് വേണം, കസവിന്റെ തട്ടം വേലിടണം. പക്ഷെ റിയാലിറ്റി മറ്റൊന്നാണ്. വയസ്സനാണ് വരുന്നതെങ്കിൽ അയിലേയും ചോറും നൽകേണം, ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം. കദളി വാഴ ആ സ്ഥലത്ത് വയസ്സനാണ് വരുന്നതെങ്കിൽ. ഇത് 70-80കളിലെ മലബാറിലെ മുസ്ലിം സ്ത്രീയുടെ അറബി കല്യാണത്തിന്റെ മൈസൂർ കല്യാണത്തിന്റെ നേർ ചിത്രത്തെ കാവ്യാത്മകമായിട്ട് അവതരിപ്പിച്ച ഒരു പാട്ടാണെങ്കിൽ ഇന്ന് പറയാതെ പറ്റില്ല. അപ്പൊ അതിന് കൃത്യമായി ബാബുരാജിന്റെ സംഗീതം കൂടി ചേർന്ന് വരുന്നതാണ്. ഭാസ്കർ മാഷയെ കുറിച്ച് തന്നെ പറയാനാണ് ഒരർത്ഥത്തിൽ എനിക്ക് ഇഷ്ടം. കാരണം ഇത്രമാത്രം വൈവിധ്യത്തോടുകൂടി പാട്ട് എഴുതിയിട്ടുള്ള ഒരു മനുഷ്യൻ. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരുപാട് പാട്ടെഴുത്തുകാരുണ്ടെങ്കിൽ പോലും
ഭാസ്കര മാഷ് നമ്മുടെ മുന്നിൽ തുറന്നിട്ടൊരു വൈവിധ്യമുണ്ട് പാട്ടിൽ. നാടോടി വഴക്കത്തിന്റെ വൈവിധ്യമുണ്ട്, സെൻ ബുദ്ധിസത്തിന്റെ വൈവിധ്യമുണ്ട്, സ്ഥലനാമങ്ങളുടെ വൈവിധ്യമുണ്ട്, ഉത്സവങ്ങളുടെ വൈവിധ്യമുണ്ട്. ഇങ്ങനെ 100 പാട്ടുകൾ ഭാസ്കര മാഷായിട്ട് ഉണ്ട്. ഒരു പാട്ട് അന്വേഷിക്കുമ്പോൾ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് മറ്റു പാട്ടുകളിലേക്ക് അത് ഇതൊക്കെ പറഞ്ഞ ആവർത്തന വിരസമാകുന്ന ചില ആൾക്കാരൊക്കെ ഇവിടുന്ന് ഉണ്ടാവുമായിരിക്കും, നമ്മൾ സഹിക്കുക. അപ്പോ ഒരു പാട്ട് കാണും. മാഷൽ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത എഴുതിയ മാഷൽ അൽഷിമസ് ബാധിച്ചിട്ടാണ് അവസാനം മരണത്തിലേക്ക് നടന്നു പോകുന്നത്. ഓർമ്മ കുറഞ്ഞു വരുന്ന ഒരു സമയത്ത് 2 അനുഭവങ്ങളുണ്ട്. ഒരു പ്രാവശ്യം എസ് ജാനകി കാണാൻ വന്നു. രവി മേനോന്റെ ഒരു അനുഭവത്തിലുള്ള എസ് ജാനകി കാണാൻ വന്നിട്ട് അടുത്ത കൂടെയുള്ളവർ പരിചയപ്പെടുത്തി. നല്ല ഗംഭീര ഗായികയാണ് ജാനകി, എന്നൊരു പാട്ട് കേൾക്കൂ, പാടും ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് എസ് ജാനകി പാട്ട് പാടി. ഏതാ മഞ്ഞണി പൂനിലാവ്. ഈ തൊണ്ടൊക്കെ പ്രശ്നമുണ്ട്, നിങ്ങൾ പാടുകയല്ലേ പോലെ. മഞ്ഞണി പൂനിലാവ് നേരാത്തിൻ കടലിങ്കൽ മഞ്ഞളച്ചുവച്ചു നീരാടുമ്പോ. ആ പാട്ട് കേട്ട് ഭാസ്കര മാഷ് അതിൽ ലയിച്ചിങ്ങനെ ഇരുന്ന് ആ പാട്ട് തീർന്നപ്പോൾ പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്, കുട്ടി നന്നായി പാടി, നല്ല വരികളും ആരെയാണ് ഇത് എഴുതിയത്. പിന്നെ എസ് ജാനകിയോട് ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എസ് ജാനകി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. താൻ എഴുതിയ പാട്ട് പോലും ഓർമ്മയില്ലാതെ ഇരിക്കുന്ന ഭാസ്കര ഭാസ്കരൻ. എന്നിട്ടും പിന്നാലെ പോയി ഗേറ്റ് വരെ ചെന്ന് ഇനിയും പാട്ടുകൾ പാടാൻ വേണ്ടി വരണം കേട്ടോ എന്ന് പറഞ്ഞു പോകുന്ന ഒരു അനുഭവത്തെ കുറിച്ച്, പാട്ടെഴുത്തിന്റെ അനുഭവത്തിൽ രവിമോഹനൻ പറയുന്നു. അതിന് തൊട്ട് മുമ്പായിട്ട് ഭാസ്കര മാഷെ ഒരു പാട്ടിന് ഒരു ഇന്റർവ്യൂ ഒരാൾ ചോദിച്ചു, മാഷെ നിദ്ര നീരാഴി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി, കളിയോടം തുഴഞ്ഞു ഞാൻ കാണാത്ത കരയിൽ ചെന്നെത്തി, കാണാത്ത കരയിൽ ചെന്നെത്തി. പക്ഷെ അതിനകത്ത് എഴുത്തിൽ ഒരു ചെറിയ പശിക്കില്ലേ. എന്താണ് നിദ്ര നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിന് കളിയോടെ കിട്ടി എന്നാണ് പറഞ്ഞത്. നീന്തി കടക്കാനല്ലേ സ്വപ്നത്തിന് കളിയോടെ കിട്ടേണ്ടത്, മാഷ നീന്തി കടന്നപ്പോൾ എന്നാണല്ലോ പറഞ്ഞത്. മാഷ അന്ന് വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല, അത് അങ്ങനെയൊന്നും ഓർത്തില്ല. നീന്തി കടക്കുവാനും നീന്തി കടന്നപ്പോഴും കളിയോടെ കിട്ടാലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അത് അന്വേഷിച്ചപ്പോൾ ആലോചിച്ചപ്പോൾ കിട്ടിയ മറുപടി മാഷ എഴുതിയതാണ് പൂർണ്ണമായിട്ടും ശരി എന്നുള്ളതാണ്. കാരണം there is no dream in sound sleep, അല്ലെങ്കിൽ deep sleep. There is no dream. ഫ്രോയിഡിന്റെ സിദ്ധാന്തമാണ്, മനഃശാസ്ത്രമാണ് മാഷോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ആഴത്തിലുള്ള ഉറക്കിൽ സ്വപ്നമില്ല, ആഴത്തിലുള്ള ഉറക്കം കഴിയണം. നിദ്രയുടെ നീരാഴി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗാഠ നിദ്രയാണ്. അത് നീന്തി കടന്നാലേ സ്വപ്നത്തിന്റെ കളിയോളം നിങ്ങൾക്ക് കിട്ടും എന്ന് വളരെ മനോഹരമായ രീതിയിൽ മാഷ് അങ്ങനെ ആലോചിച്ച് തന്നെയായിരിക്കും ആ പാട്ട് എഴുതിയിട്ടുണ്ടാവുക. ഫ്രോയിഡിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, പക്ഷേ ആ സിദ്ധാന്തത്തോട് ഇത് ഞാൻ പറഞ്ഞു തരുന്നേ, ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളാണ് പലപ്പോഴും ഭാസ്കര മാഷിന്റെ രചനകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഭാസ്കര മാഷെ ഞാൻ വിടില്ല, വീണ്ടും ഭാസ്കര മാഷിലേക്ക് എത്തും, ONV-യിലേക്കും ഒക്കെ എത്താം. ഈഴത്തിന്റെ വൈവിധ്യം കൊണ്ട് നമ്മളെ അങ്ങേയറ്റം ഇപ്പോഴും നമ്മളത് ചില റീലായിട്ടൊക്കെ വൈറലായിട്ട് പോകുന്നത്. മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ്, അന്തസ്, ഇതിൽ ഒരു സാധാരണ രീതിയില് ജോൺസൺ മാഷിന്റെ ഈണം കേട്ടാൽ അറിയാം നമുക്ക്. അതിന് കാരണം അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക് സിഗ്നേച്ചർ എന്ന് പറയുമല്ലോ. രവീന്ദ്ര മാഷിന്റെ ഈണങ്ങള്, ജോൺസൺ മാഷിന്റെ ഈണങ്ങള്, ദേവരായ മാഷിന്റെ പല പാട്ടുകളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പലപ്പോഴും പറഞ്ഞത്, എന്നെ കേട്ടിട്ട് ആ പാട്ട് ഞാനത് തന്നെ കേട്ടിട്ടൊന്നുമില്ല, ഒന്ന് കേട്ടു നോക്കട്ടെ, എനിക്കറിയില്ല, പക്ഷെ ഇത് രവീന്ദ്ര മാഷാണ്. മനസ്സിലായോ? എനിക്കറിയില്ല ഇതാരാണ്, പക്ഷെ ഇത് രവീന്ദ്ര മാഷാണ്. കാരണം അദ്ദേഹത്തിന് ഒരു വഴികളുണ്ട്, പാട്ട് ചിട്ടപ്പെടുന്ന ഒരു വഴിയുണ്ട്.
അതുപോലെ ജോത്സൻ മാഷിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് ഹരീഷ് പാടിയത് നമുക്ക് പൂമുട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ എന്നേകനായെന്തിനൻ മുന്നിൽ വന്നു അണിനീർമണം തൂമൻ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേദിയും വേടയിൽ എന്തിനും വന്നു നീ പൂന്തിങ്കളേ. കുറിപ്പിന്റെ ആരോട് പറയല്ലോ, ONV കുറിപ്പിന്റെ രചനയെ കുറിച്ച് പറയണ്ട. നൂറുകണക്കിന് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാവുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോ ദക്ഷിണാമൂർത്തി എന്ന മഹാനായിട്ടുള്ള സംഗീതജ്ഞനെ ONV എഴുതി കൊടുക്കുന്നത് വരി ഇതാണ്, മഞ്ചരി വൃത്തത്തിൽ. വാരിപ്പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വീതറും സന്ധ്യ പോയി എന്ന് കൃത്യമായിട്ട് ONV മാഷിക്ക് ദക്ഷിണാമൂർത്തി സ്വാമിക്ക് എഴുതി കൊടുക്കും. പക്ഷെ ഈ മഞ്ചരി വൃത്തത്തെ എങ്ങനെയാണ് പാട്ടിലാക്കുന്നത്, എങ്ങനെയാണ് വാക്കിന്റെ ജീവനെ, അതിന്റെ ആത്മാവിനെ തൊട്ടുകൊണ്ട് അത് പാട്ടാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് ദക്ഷിണാമൂർത്തി സ്വാമി കാണിച്ചു തരുന്നുണ്ട്. അതിൽ അനുപല്ലവിയിൽ ഹിമബിന്ദു മുഖപടം ചാർത്തിയ പൂവിനെ മധുകരം മുഖരാതെ ഉളറും പോലെ ഇലകളിൽ ജലഗണമിറ്റു വീഴുമ്പോൾ ശ്വാസം വരുന്നുണ്ട് കേട്ടോ, നമുക്ക് വരാത്തോണ്ടാണ്. ഇലകളിൽ ജലഗണമിറ്റു വീഴും പോലെ ഉയിരിൽ അമൃതം തടിച്ച പോലെ തരളവിലോലം നിൻകാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചുപോയി, അറിയാതെ കോരിത്തരിച്ചുപോയി. ഇതിനപ്പുറത്തെങ്ങനെയാണ് സംഗീതം കോരിത്തരിക്കാൻ? കോരിത്തരിച്ചുപോയി എന്ന് പറയുമ്പോൾ ആ കോരിത്തരിക്കൽ ഇറ്റിച്ചു വീഴലെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വളരെ മനോഹരമായിട്ട് സന്നിവേശിപ്പിക്കുന്നത്. ശ്യാമന്റെ ഒരു തുടക്കം പാടില്ല വാതിൽപ്പുഴയിലൂടെ. ശ്യാമ നാല് ശ്യാമ ഹൃദയത്തിൻ തന്തിയിലാരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ ഇലകളിൽ ജലഗണമിറ്റു വീഴും പോലെ ഉയിരിൽ അമൃതം തളിച്ച പോലെ തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചുപോയി, അറിയാതെ കോരിത്തരിച്ചുപോയി. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകി അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ. എങ്ങനെയാണ് ഒരു ആ വാക്കിനെ അരികിലാണ്, അരികിൽ ആണ്, അരികിൽ എന്നല്ല അരികിൽ
നീ ഉണ്ടായിരുന്നെങ്കിൽ. നീ എന്റെ അടുത്ത് എന്ന് പറയുന്നതാണ് ആ സസ്റ്റേജ് എന്ന് വിളിച്ചിരിക്കുന്നത്. ആ ഭാവത്തെ മുഴുവനായിട്ട് എടുത്തുകൊണ്ട് ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. ഇതിൽ പലയിടത്തും വെറുതെ 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 ഓരോ വെറുതെയും ദേവരാജ മാഷ് ഈ വെറുതെ ദേവരാജ മാഷ് ഓരോരോ വെറുതെയായിട്ടാണ് ആവിഷ്കരിച്ചത്. രാത്രി മഴ പെയ്തു തോന്നേരം, അവിടെയും മഴ പെയ്യാൻ തോർന്നു തരാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. കുളിർ കാറ്റിലൂലൻ കുലയുന്നുണ്ട് അവിടെ. ിറ്റു വീഴും നീർത്തുള്ളിടൽ സംഗീതം തന്ത്രികളിൽ പടർന്ന നേരം പടരുന്നുണ്ട് അവിടെ. കാതരയായൊരു പക്ഷിയൻ ജാലകൻ വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ. ആ വെറുതെ വേറെ വെറുതെയാണ് അല്ലേ? വിഷ്ണുല്ലേ ഇവിടെ? വിഷ്ണു അത് രണ്ടുപേരും പാടുക. രാത്രി മഴ പെയ്തു തോന്നേരം, കുളിർ കാറ്റിലൂലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിടൻ സംഗീതം തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അപ്പോ ഇത്തരം പാട്ടുകളൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു അഭയകേന്ദ്രം. പലപ്പോഴും എല്ലാ സന്ദർഭങ്ങളിലെയും അഭയകേന്ദ്രമാണ്. മറ്റൊരു സംഗീത സംവിധായകൻ ONV-യുടെ രചനയിൽ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ തമ്മിലുള്ള മറ്റൊരാളാണ് രാഘവ് മാഷ്. രാഘവ് മാഷിന്റെ സംഗീതത്തെ കുറിച്ച് നമുക്കറിയാം. പി ഭാസ്കർ മാഷ് നേരത്തെ ആളുകൾ പറഞ്ഞൊരു പാട്ടുണ്ടോ? കായലരികത്തെ വലയെറിഞ്ഞപ്പം വളകിയ സുന്ദരി എന്ത് കേട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിനു ചേർക്കണേ. അതിലൊരു കാമുകന്റെ വ്യഥയെ അമ്പഴും നിന്റെ മൃഗപ്പൊടിയുടെ അമ്പ് കൊണ്ട് ഞാൻ അമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുറയുടെ കമ്പി പോലെ വരിഞ്ഞു പോയി. അതിനപ്പുറത്ത് ഇതിനും വളരെ രസകരമായിട്ടൊരു വ്യാഖ്യാനം നമുക്ക് കൊടുക്കാം. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ. കയ്യിലും കുത്തി നടക്കുക എല്ലാം നാട്ട് പ്രയോഗങ്ങളാണ്. ഈ കയ്യിൽ കുത്തി നടക്കുന്നതോട് ആശാരിച്ചിട്ടാണ്. കയ്യിൽ കുത്തി നടക്കുക എന്നത് ആശാരിച്ചില്ല. പണി കൃത്യമായിട്ടൊന്നും അറിയാത്തവനെ ഈ പണിയെടുക്കുന്ന ഇടയിൽ കയ്യിൽ നിർമ്മിക്കാൻ വേണ്ടി കുളം കൊടുക്കും. അവന് കാശൊന്നും കൊടുക്കുന്ന വെറുതെ പണിയെടുത്ത വെറുതെയാണ്. പക്ഷെ കയ്യിൽ കുത്തി നടക്കുന്നുണ്ട്. അതൊരു ആശാരിച്ചൊല്ലായിട്ട് ഉപയോഗിക്കുന്നതാണ് സത്യം. ആ സാധനത്തെയാണ് എനിക്ക് അങ്ങനെ തന്നെ എൻ്റെ അടുത്ത് വരാൻ തീരുമാനമില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കയ്യിൽ കുത്തി നടത്തുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പ്രയോഗത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ പ്രണയം പലപ്പോഴും ഞാൻ പറയാത്തതാണ് പലപ്പോഴും വരുന്നത് കയ്യിലുകുത്തി നടക്കണമെന്നുള്ള ചൊല്ലുമായി ബന്ധപ്പെട്ട് സുരേഷിനത് പറയാനുണ്ടോ? ആ
പഠിക്കുമ്പോൾ അവസാന കാലത്ത് കൈകൊത്താണ്. ആശാരിമാരല്ലേ? അതാണ്. അതായത് പഠിക്കാൻ തുടങ്ങുമ്പോൾ കൈകൊത്താനെ പഠിക്കാം, അവസാനം കാര്യമായി ജോലി ചെയ്യാണെന്ന് ഈ മനുഷ്യൻ കൈകൊത്തി ചെയ്യാനിരിക്കുക അല്ലേ? അപ്പൊ ആ കയ്യിലൊത്തുക എന്ന പ്രയോഗത്തിന്റെ ആഴം, അതിലൊരു വ്യാപ്തി എത്രമാത്രം വലുതാണെന്ന് ആ പാട്ടും ആ പാട്ട് വിചാരത്തിന്റെ പിന്നിലൂടെ വാക്കിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത്. ഭക്ഷണമില്ലാതെ പ്രമേയം നമ്മൾ പറയാം, പുഴുങ്ങിയ മുട്ട വെച്ച് കൊടുക്കുന്നില്ലേ? ബഷീറിന്റെ പ്രിയപ്പെട്ട ആരാ കഥാപാത്രം സൈനവ അല്ലേ? മുട്ട വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ പ്രണയത്തിന്റെ ഒരു അടയാളമായിട്ട്. അപ്പൊ ഇവിടെ കസ്റ്റമേഴ്സ് അതും പറയുന്നുണ്ട്. എന്താണ്? ചേറിൽ നിന്ന് വളർന്ന് പൊന്തിയ കോറി നിന്നുടെ കയ്യിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ട് കൽവിനാ. അപ്പൊ ഇങ്ങനെ പ്രണയത്തെ ആവിഷ്കരിക്കാൻ നാട്ടുമൊഴി ചന്തത്തെയും ആഹാരത്തെയും ശീലക്കുടയെയും ഒക്കെ പല വൈവിധ്യത്തോടുകൂടി ഭാസ്കരമാഷ പോലെ ആരും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് ചെയ്തത് തീർച്ചയായിട്ടും അതോടൊപ്പം അതിലെ കൂടെ നിൽക്കുന്ന സംഗീതം ചെയ്തിട്ടുള്ളത് രാഘവ മാഷാണ്. രാഘവ മാഷിന്റെ സംഗീതത്തിൽ ONV നടത്തിയ രചന നടത്തിയ ഒരു മനോഹരമായ പാട്ടുണ്ട്. ശ്യാമസുന്ദര പുഷ്പമീ എന്റെ പ്രേമ സംഗീതമാണു നീ. മറക്കുമോ എന്റെ മരിക്കുമോ? നോക്കൂ, അവിടെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന സംഗീതത്തിന്റെ പ്രത്യേകത തന്നെ നമുക്കറിയാം. ഇപ്പോഴത്തെ ധ്യാനാണെങ്കിൽ അപ്പോ അവനെന്നാ ക്രൂരമായി നോക്കുക. രസമുണ്ട് പോലെ ഇതിന്റെ താളൊക്കെ രസമുണ്ട്, ആ ഭാഷ സഹിക്കാൻ പറ്റില്ല. ആണല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സഞ്ജീവ് സഞ്ജീവത്ത് പാടും പോയിട്ട് കുറച്ച് പേര് പാടും. വേദനതൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ? വേർപെടും ഇണപക്ഷിതൻ ശോകവേണുഗാനമായി മാറുമോ? ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ഗാനലീനമിരിപ്പൂഞ്ഞ ഗാനമെന്നെ മറക്കുമോ? എന്റെ ഗാനമെന്നിൽ മരിക്കുമോ? പറഞ്ഞതുപോലെ ഈ പോക്കിന്റെ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് വിടുതൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആരാ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ പോക്കുണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ പോക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പം ബാബുരാജ് മാപ്പിള ഫോക്കിനെ കുറിച്ച് പറയുന്നത് പോലെ ആയിരിക്കില്ല വേറെ ഒരു ഗോത്രത്തിലെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഫോക്കിനെ കുറിച്ച് പറഞ്ഞു. അസ്ലമാഷിന്റെ രചനയിൽ കസ്തൂരി പൂശുന്ന കൈരേ കൈരേ ഇതൊന്നും പാടുത്താവാം. കണ്ണീരാവത്ത് കസ്തൂരി പൂശുന്ന കൈരേ
കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാരേ കൈയിലിരിക്കണ പൂമണമിത്തിരി കാറ്റിൻ്റെ കൈയിൽ കൊടുത്താട്ടെ കാറ്റിൻ്റെ കൈയിൽ കൊടുത്താട്ടെ കണ്ണീരാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാരേ കച്ചോളി വീട്ടിലെ പൂമാരനിന്റെ തങ്കത്തിനാവേറി വന്നാലോ കച്ചോളി വീട്ടിലെ പൂമാരനിന്റെ തങ്കത്തിനാവേറി വന്നാലോ ചാമരം വീശണം ചന്ദനം പൂശണം ചാരത്തു വന്നാട്ടെ പൂങ്കാറ്റേ അപ്പോ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പാട്ടിനെ കുറിച്ച് നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ തുടക്കോട്ടേയിരിക്കും. എന്നാൽ മലയാളത്തിന്റെ വളരെ ഐഡന്റിറ്റിയുള്ള പാട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു സംഗീത സംവിധായകനാണ് എം.വി. ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ സുന്ദരമായ പാട്ടുകൾ, ചില്ലിലെ പാട്ടുകൾ എന്താ ചൈത്രം ചായം ചാലിച്ചു ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു ചിത്രം വരയ്ക്കുന്നു. MBS സ്കൂളുകളിൽ ഒരുപാട് പ്രണയഗാനങ്ങളുണ്ട്. എന്റെ കടിഞ്ഞു പ്രണയകഥയിലെ പെൺകൊടി നിന്നെയും തേടി എന്റെ കടിഞ്ഞു പ്രണയകഥയിലെ പെൺകൊടി നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതു വരുന്നു വീണ്ടും സന്ധ്യകൾ തൊഴുതു വരുന്നു. അപ്പോ പിന്നെ അതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പാട്ടാണ് ശരദിന്ദുമലദീപനാദം നീട്ടി സുരനിലയാങ്ങൾ ശ്രുതിനീട്ടി. അതിൽ ആ പാട്ടിന്റെ മനോഹരത ഓർമ്മയുടെ ഇതിനോടൊപ്പം തന്നെ ജയചന്ദ്രന്റെ ആലാപനം, അദ്ദേഹത്തിന്റെ ആ സൗണ്ട് സിഗ്നേച്ചർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അത് യേശുദാസ് പാടാനായിട്ട് എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. ഇത്ര മനോഹരമാവുകയും വേണുഗാനം അകലെ നിന്നെത്തുന്ന വേണുഗാനം ഹൃദയം കൊതിച്ചു കൊതിച്ചിരിക്കും പ്രണയ സന്ദേശം പോകി കുരവയും പാട്ടുമായി കൂടെയെത്തും ചിരമാർന്ന സ്വപ്നങ്ങൾ നിങ്ങളാരോ സ്വപ്നങ്ങൾ നിങ്ങളാരോ അത് പിന്നെ ഈ പറഞ്ഞ പോലെ അതിലധികം നിറഞ്ഞു നിൽക്കുന്ന കവിതയുണ്ട്. ആ ഒരു കവിതയുടെ ഒരു സുഖം അതിനകത്ത് നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സൂര്യ പിന്നെ നമുക്ക് ആ മനോഹരമായിട്ടൊരു പാട്ട്, അത് ഒരു ഒരു സന്ധ്യാനേരത്തിലേക്ക് ഇരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് പറയാൻ, കവി ഒരിക്കലും അങ്ങനെ
പിന്നെ ഒരു വാക്കുകൊണ്ട് എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്ന പാട്ടിനെന്ന് അറിയാം. അതൊരു അനുഭവമാണ്. താരും തളിരും എലികൂട്ടി താഴെ ശ്യാമാംബരത്തിൽ ഔസേപ്പിസിന്റെ സംഗീതമാണ്. ഔസേപ്പിസിന്റെ സംഗീതമാണ്. എനിക്ക് തോന്നുന്നത് അത് ഭരതൻ തന്നെയാണ് അവരുടെ ചിലമ്പൊരു സംഗീതം. ഭരതൻ അതിന് വേറൊരു പാട്ട് സ്വന്തമായി ഭരതൻ ചെയ്യുന്നു. ഔസേപ്പിസിന്റെ കൂടെ മ്യൂസിക് അതെ രണ്ടുപേരും. പക്ഷെ ഔസേപ്പിസിന്റെ ലെവലാണ് ഈ സാധനം ഉള്ളത്. ശുദ്ധ സന്യാസി രാഗത്തിൽ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. സൂര്യൻ ഏതാ വാൽക്കണ്ണാടി നോക്കി അത് കേಳಿ. അത് പൂർണ്ണമായിട്ടും ഭരതൻ തന്നെ ചെയ്താണ്. ഇത് ഈ താരം കളിയിൽ കേൾക്കാറുണ്ട്. സൂര്യൻ കുറെ കാലം ഈ ഭാഗത്ത് വരാറ് കാലം ചിലപ്പോൾ പിടിയിട്ടാണ്. കണ്ണാരം പാടുന്ന സന്ധ്യയ്ക്ക് ഞാനൊരു കണ്ണാരം പാടുന്ന സന്ധ്യയ്ക്ക് ഞാനൊരു പട്ടഞ്ഞോറിയിട്ട കോമരമാകും തുള്ളിയുറഞ്ഞു ഞാൻ താവാകെ തുള്ളിയുറഞ്ഞു ഞാൻ താവാകെ തീണ്ടുമ്പോൾ താരും തളിരും എലികൂട്ടി താഴെ ശ്യാമാംബരത്തിൽ നിറമായി ചില നേരങ്ങളിൽ നേരത്തെ പറഞ്ഞ വെറുതെ ഇരുന്ന് കരയുന്ന സുഖം നിങ്ങൾക്കുണ്ടോന്ന് അറിയില്ല. ധാരാളം എന്ന് പറയുന്ന മുഖങ്ങൾ കുറെ ഞാൻ പറയാതെ പറഞ്ഞ് കാണുന്നുണ്ട്. അതായത് ഇപ്പൊ വെറുതെ ഇരിക്കുമൊക്കെ നമുക്ക് ഇങ്ങനെ മൂളാൻ തോന്നുന്ന ഈ പാട്ടുകൾ. അത് എനിക്കിഷ്ടമുള്ള ജോൺസൺ മാഷിന്റെ ഒരു പാട്ട്, രണ്ട് പാട്ടുകൾ. അതിലൊന്നുമില്ല എന്റെ മൺവീടയാലൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ പാട്ടിലെത്തി പാടി പറന്നു വന്നു എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ പാട്ടിലേക്ക് പാടി പറന്നു വന്നു പൊന്തൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു സ്നേഹം തഴുകി തഴുകി വിടത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ പാട്ടിലേക്ക് പാടി പറന്നു വന്നു. ഇതുപോലുള്ള ചില പാട്ടുകൾ ഉണ്ട്. അതിലൊരു വേറെ പാട്ടാണ് രാജീവ് പടവും മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കും. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത
അതടക്കം നമ്മുടെ അസ്ഥിക്ക് പിടിക്കും അല്ലേ? അതെ. എന്താ ഈ മറ്റു പരിക്കപ്പെടുത്തിയതല്ല. ആ നിറങ്ങൾ തന്നുത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ പറഞ്ഞ സംഖ്യകൾ പുനർജനിക്കുമോ? അതെ. നിറന്ന പീലികളിൽ നിലക്കമേ കുത്തി. ഇതാണ് താളം, ഇതാണ് നൃത്തം. അതിനാണ് MD ശ്രീനിവാസൻ നേരത്തെ മഞ്ചേരി പറഞ്ഞ പോലെ പാട്ടുകൾ നോക്കിയിട്ടില്ല, പല നൃത്തങ്ങളിലുള്ള ധാരാളം പാട്ടുകളുണ്ട്. പാട്ടുകൾ പദസ്വരം കാവിൽ പതിഞ്ഞു കേൾക്കുന്നേ വെറുമോരോർമതൻ തൂവലും കഴുകി നിന്നെ കാത്തിരിക്കയാണു ഞാൻ ഒഴിഞ്ഞൊരീ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ? മറഞ്ഞ പക്ഷികൾ അതൊരു ജോഗിനകത്ത് അപ്പൊ ഇത് ജോഗിന്റെ രാഗം പറഞ്ഞാൽ പിന്നെ എന്റെ നിയന്ത്രണം വിട്ടുപോകുന്നതുകൊണ്ടാണ്. കാരണം സമയം അങ്ങനെ പോകും. ജോഗിന്റെ ഒരു അതിലൊരു നൊമാഡിക് ഫീൽ മിക്ക രാഗങ്ങളുണ്ട്. പക്ഷെ അതിന് പ്രത്യേക സവിശേഷമായിട്ട് ഒരു നൊമാഡിക് ഫീല് ജോഗിന്റെ ഈ കുഴപ്പമില്ല. പക്ഷെ ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്തതടങ്ങളിൽ എത്തിനയനയന്നങ്ങൾ. ഇതില് ഏറ്റവും മനോഹരമായിട്ടൊരു കവിത ചെയ്തിട്ടുള്ളത് ബഹുഘോഷാണ് ഈ ജോഗിന്റെ രാഗത്തിൽ. അത് അത്രമാത്രം പ്രശസ്തമായ കവിത കൂടിയായി മാറി മാഷ അവതരണം കൊണ്ട് മാത്രം. ആ ജോഗിലുള്ള മഴ ചൊല്ലി പഠിക്കുകയോ അല്ല എന്നാലും ഇതിന്റെ ഇതിലൂടെ പാട്ടിൽ പോയിട്ട് വന്നാൽ അല്ല ജോഗിനാകെ നിൽക്കൽ നടക്കാൻ മനസ്സിലായി. അല്ല ജോഗിനാണെങ്കിൽ ഒരു പ്രത്യേകത എന്തോ ഒരു പ്രത്യേകത. നമ്മൾ ഈ മധ്യമാവധിയിലൊക്കെ കർണാടകയിൽ പറഞ്ഞ പോലെ ഹിന്ദുസ്ഥാനിൽ ഈ ജോഗ് നമ്മളതിന് ഒരാളെ പിടികൂടുന്നില്ല. അപ്പൊ ഈ ഞാൻ പറയുന്നത് ഈ ജോഗിൽ നമ്മൾ തമ്മിൽ ഒരു കവിതയൊക്കെ ചെയ്യാം. ജോഗിൽ പ്രതികരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ടോണിലുള്ള ഒരുപാട് പാട്ടിന് കേട്ടപ്പോൾ അറിയാതെ വന്നുപോയി ഇങ്ങനെയാണ് മഴക്കിയത്. അതിലേക്കൊരു വലിയ പുരസ്കാരവും കിട്ടിയില്ല. ആ പുരസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിജയലക്ഷ്മിയിൽ തന്ന പുരസ്കാരമാണ് എന്റെ കാവ്യസ്വരൂപത്തിന് നെറ്റിപ്പെട്ടമാണ് എന്റെ ശബ്ദം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ പുരസ്കാരമാണ്. വിജയലക്ഷ്മിയോട് പറഞ്ഞാണ് ആ മഴ എന്ന കവിത കേട്ടിട്ട് എന്റെ കാവ്യസ്വരൂപത്തിന് നെറ്റിപ്പെട്ടമാണ് എന്റെ ശബ്ദം എന്ന് പറഞ്ഞു. ഇത് എഴുതിയാടുന്ന എനിക്ക് രാമകൃഷ്ണൻ പറഞ്ഞില്ല. രാമകൃഷ്ണൻ അതല്ല ഞാൻ രാമകൃഷ്ണന്റെ കവിത ഒരു ഭാഷ ഞാൻ വിളിച്ചു കേട്ടോ. സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ആ ജോഗിന്റെ ഒരു മൂടാണ് സത്യത്തിൽ ആ പാട്ട്. അപ്പൊ മറ്റൊന്ന് പറയാൻ പരിഭവങ്ങൾ പഠിക്കോ വായിക്കും പാടും. പരമാവധി 5-10 മിനിറ്റേ കിട്ടൂ. പിന്നെ പാടാശ നടക്കില്ല. അപ്പൊ അത് ആ പടത്ത് വെവ്വേറെ കൂടെ സിക്കോൾ ചെയ്യുന്ന നമ്മള് അത് നിങ്ങൾ കൂടെ അപ്പൊ അത് പാട്ട് അതുപോലെ ജോഗാണ്. ഇതെല്ലാം ജോഗാണ്. ഇനിയും ആശിച്ച് വിട പറയൂ, ഇനി വിട പറയൂ ചൊരിയമ്മ ലയമത്സൻ മകളുടെ പേരു സംഗീതം ജോൺസൺ ഒരു പാട്ടുണ്ട് ജോഗിന്റെ. അങ്ങനെ ജോഗിന്റെ ഈ ഇതെല്ലാം വന്നപ്പോഴാണ് ഞാൻ എന്റെ കയ്യിൽ മഴ എന്ന കവിത കിട്ടുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലറിഞ്ഞപ്പോ ഏകാകിയ
യാത്രികൻ വന്നു വീണ്ടും ഈ കർക്കിടം. എത്രയോ കാലമായെങ്കിലും അല്പനാൾ മുമ്പിലെന്ന പോൽ ജന്നലിൽ ഒറ്റ മിന്നലിൽ വീണ്ടും പഴയ ഞാൻ. അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. ഓമരിച്ചവരെല്ലാം പിരിഞ്ഞുപോയി, ഓടി വന്ന വസന്തം തിരിച്ചുപോയി. ഓമനിച്ചവരെല്ലാം പിരിഞ്ഞുപോയി, ഓടി വന്ന വസന്തം തിരിച്ചുപോയി. ഓർമ്മകൾക്കില്ല ചാവും ചിരകളും, തൂങ്ങുപോലും ജരാദുഃഖവും. എന്നങ്ങനെ പാടിപ്പോയതാണ്. സത്യമായിട്ടും യോഗ ചെയ്യുന്ന അതങ്ങനെ പാടിപ്പോയത് സമയത്ത്. അപ്പോ അങ്ങനെ സംഭവിച്ചാണ്. ഇങ്ങനെ ഓരോരോ രാഗം എടുത്തിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇന്നലെ രാത്രി 2 മണിക്കാണ് നമ്മൾ ഉറങ്ങിയത്. ഈ ശബ്ദാടനയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം അതുകൊണ്ടുകൂടിയാണ്. 2 മണി വരെ നമ്മളുടെ ഇതുപോലെ പാട്ടുകളും രാഗങ്ങളും ഒക്കെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നന്നായി രസിച്ചു. രാത്രി ഭക്ഷണം കഴിച്ചിരുന്നു, എന്നാലും രസിച്ചു. അപ്പോഴേക്കും വെള്ളയപ്പവും കടലക്കറിയും കൊണ്ടെത്തും ഈ പാവ മനുഷ്യൻ നട്ടപ്പാക്കി ഇത് പറയുന്നത് മനസ്സിലായി. അപ്പൊ ഈ രീതിയിൽ ഇന്നലെ പാട്ടിന്റെ പൂരമായിരുന്നു ശരിക്കും സംഭവിച്ചത്. പിന്നെ ഓരോ രാഗങ്ങളുടെ പാട്ടുകളെ കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തുടർച്ചയോടെ പറഞ്ഞിരിക്കും. കാരണം ഇതിന് അറ്റമില്ല, അവസാനമില്ല. പാട്ട് വിചാരത്തിന്, കവിതയുടെ വിചാരത്തിന് ഒന്നും അത് എവിടെയെങ്കിലും സ്ഥലത്ത് നിർത്താൻ പറ്റില്ല. പക്ഷെ ആണോ ഇത് ബാക്കിയുള്ള പാട്ട് അറിയാമോ ഷാമിന്? അത് അതുകൂടി ഒന്ന് പറയാം. ശരിയാ. അപ്പൊ കൈതപ്പുറം ആദ്യമായിട്ട് എഴുതിയ പാട്ടാണല്ലോ ദേവന്റെ സിനിമയിലെ പാട്ടുകൾ. അപ്പൊ അതിന്റെ പാട്ട് അതിന് ഇഷ്ടപ്പെടുന്നത് ചെറിയാമന്റെയുമാണ്. ചെറിയാമന്റെയുമായിട്ട് ഒരു 2 മണിക്കൂർ നേരം ഇങ്ങനെ വെറുതെ സ്വതന്ത്രമായിട്ട് വർത്തമാനം പറയാൻ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ പാട്ടുവഴികളുടെ കുറേ രസകരമായ കഥകൾ ഇന്നലെ ഞാൻ കുറേയൊക്കെ പങ്കുവെച്ചിരുന്നു രാത്രി. അതിന്റെ ഒരു ലഹരി മാറാപ്പാട്ട് പറയുന്നത് അത് പറയുന്നത് അത് കാറ്റ് വരുന്ന വഴി അവിടെ എങ്ങനെയാണ് ഈണം വന്നത്. ഇപ്പം അതൊന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കാറ്റ് എവിടെയൊക്കെ പോയിട്ടാണ് വരുന്നത്. തട്ടിച്ചിന്നി പൂമഴയിൽ പുതുമഴ ചിന്നി കൈയും വിശിയാമല ഈമല പൂമല കയറി അങ്ങേ കൊമ്പത്തെ അപ്പോഴും ഞാൻ ചോദിച്ചു എന്തിനാണ് അങ്ങനെ മാറ്റിയത് ചോദിച്ചു. ഗറിമാഷ പറഞ്ഞു അതൊക്കെ കൊടുക്കണ്ടേ. ഇപ്പൊ എനിക്ക് തോന്നി രണ്ടാമത് പറയുമ്പോ ഈ കാറ്റ് തട്ടിച്ചിന്നി പൂമലയിൽ പുതുമഴ ചിന്നി കൈയും വിശിയാമല ഈമല പൂമല കയറി അങ്ങേ കൊമ്പത്തെ പെണ്ണിനോരും കൊടുത്തു അതോമി കാറ്റ് അതോമി കാറ്റ് ഓക്കെ. അത് വ്യത്യസ്തമായിട്ടാണ് മാഷിന്റെ മ്യൂസിക് കേട്ടോ പറയാം. വളരെ സിമ്പിൾ ആണ്, ആലോചനമാണ്, എന്നാൽ വെസ്റ്റേണിന്റെ ഫ്ലേവർ എല്ലാത്തിലും താള വൈവിധ്യങ്ങൾ ചെറിയ മാഷിന്റെ പാട്ടുകളുടെ ഒരു പാട്ട് ഏത് പാട്ടും നോക്കിയാൽ നമുക്ക് അറിയാം. റിലീസാവാത്ത ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ മാഷിനോട് ചോദിച്ചു. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ ചോദിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട്. പൂവല്ല പൂന്തളികല്ല മാനത്തെ മഴവില്ലല്ല മണ്ണിലേക്കുയരുന്നു വന്ന മധുചന്ദ്രലേഖ നീ എൻ മനസ്സിൻ തന്ത്രികൾ വീട്ടും വീണാഗായിക ഇവൾ വീണാഗായിക മാമലകൻ മണക്കുന്ന നന്ദനമല്ല മാമലകൻ പൂന്തേനല്ല മണക്കുന്ന ചന്ദനമല്ല മാമകാശ വീതിയിലൊന്നൊരു ഇവൾ പൂത്തു ജീവിത നൗകയിൽ പൊന്തിയ സ്വർഗീയാരാമം സ്വർഗീയാരാമം
പൂവല്ല എന്ന പാട്ട് ലിറിസിസ്റ്റിനെ ഗാനരചയിതാവിനെ ഇത്രയധികം ബഹുമാനിച്ചുകൊണ്ട് സംസാരിച്ച ഒരു സംഗീത സംവിധായകനായിട്ട് ലിറിക്സിലേക്ക് പാട്ടൊന്നുമില്ല. ബാക്കിയൊക്കെ നമ്മുടെ അത് സംഗീതത്തിന്റെ ഭാഷ വേറെ ഒന്നാണ്. പക്ഷെ ചലച്ചിത്ര ഗാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല വരികൾ നമ്മുടെ മുന്നിലേക്ക് കിട്ടുമ്പോഴാണ് ഉണ്ടാവുക. കാരണം എന്താ മഴയിൽ വിടർന്ന പൊടി എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടെന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂവെന്ന് ചിത്രങ്ങൾക്ക് വരികയുണ്ട്. ഇത് രണ്ടുപേരും കൂടി പാട്ട് ചെയ്താൽ ഇങ്ങനൊരു രക്ഷയില്ല. കടപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് മഴ നനഞ്ഞു ഇങ്ങനെ ഓടി വരുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇതുപോലെ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന പാട്ട് ഉണ്ടാവുന്നതിനുള്ള കുറേ രസകരമായിട്ടുള്ള കഥകൾ ഭാഷ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. ബാബുക്കയെ ഒന്നുകൂടി സ്പർശിച്ചുകൊണ്ട് പോകാനാണ് എനിക്കിഷ്ടം. MS ബാബുരാജിനെ ഒന്നുകൂടി സ്പർശിച്ചുകൊണ്ട് നിർത്താം. ഇത് ഈ പറഞ്ഞ പോലെ ഇവിടെയും പൂർണ്ണമാവില്ല. നമുക്ക് വായിക്ക് തോന്നുന്നൊക്കെ പറയാ, കുറെ പേരൊക്കെ പാടുക. ഇനി ആർക്കെങ്കിലും പാടാൻ അതുകൊണ്ട് അവർക്ക് കൂടി പാടാം കേട്ടോ. 4 വരി അവർക്ക് പാടണം പാടാം. നമ്മൾ ഷാർപ്പ് 2 മിനിറ്റുള്ളിൽ തീർക്കാൻ പോകണം പരിപാടി. അതൊക്കെയൊന്നും പാടാൻ ആഗ്രഹം ഒരു ഔപചാരികയില്ലാതെ നമുക്ക് ആർക്കെങ്കിലും 2 വരി ഞാനും നിങ്ങൾ പാടാം എന്ന് തോന്നുന്നവർക്ക് പാടാം. അപ്പൊ ബാബുക്കയുടെ പാട്ടിന്റെ ഈ സത്യത്തില് നമ്മൾ പറഞ്ഞു നേരത്തെ ആരെങ്കിലും പറഞ്ഞു ഹസലിന്റെ ഒരു 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 സംസ്കാരത്തെ ഭാസ്കര മാഷും ബാബുക്കയും കൂടിയാണ് നമ്മുടെ മലയാളത്തിലെ സിനിമാ പാട്ടുകൾ കൊണ്ടുവന്നത്. അതുപോലെ കവ്വാലി പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു. തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമീക വർഷം വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനി സുന്ദരാധര വീണ്ടും കഴിഞ്ഞു ബാഷ്പമീക വർഷം വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനി സുന്ദരാധരത്തി പിണക്കം തീർന്ന പൂങ്കുരുവികൾ ഇണങ്ങിയ കൂട്ടിനുള്ളിൽ നിന്നും മുഴങ്ങും വേണുഗാന സുഖ പോലെ ഞാൻ പ്രണയഗാനമൊന്നു പാടാം. തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘ വർഷം വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനി സുന്ദരാധരത്തി. ഷഹബാസമൻ ലൈവ് കൺസേർട്ടിൽ പാടി നിർത്തുമ്പോ എങ്ങനെയാ പാടിയെന്നൊക്കെ അറിയുമോ? വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനി സുന്ദരാധരത്തി പാടി നിർത്തും ഷഹബാസ്. ഷഹബാസിന്റെ ആദ്യത്തെ ആൽബം നേരത്തെ ആളുകൾ കാർമാഷ് പിന്നെ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ അപ്പോ സോളോ ഫെനോമിനായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേസറ്റാണ് ആദ്യത്തെ ആൽബം ഇറങ്ങുന്നത്. ഈ ആൽബത്തില് നമ്മളെ പോലെയുള്ള കുറെ സുഹൃത്തുക്കൾ 100 രൂപ അന്നേരം കോഴിക്കോട് മലപ്പുറം വർക്ക് ചെയ്യുന്ന സമയമാണ് ആക്കിയിട്ടാണ് ആ കാസറ്റ് ഉണ്ടാകുന്നത്. ആ കാലത്ത് തുടങ്ങിയിട്ട് ഷഹബാസിന്റെ ഒരു ഗ്രാഫ് ഉയർന്നത് ഭയങ്കര രസകരമായിട്ട് കാണാൻ പറ്റും. ഈ പാട്ടുണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ജൂൺ മഴ എന്ന ആൽബത്തിൽ ഷഹബാസ് സുന്ദരമായി പാടിയിട്ടുണ്ട് വിജയ് യേശുദാസിനെക്കാളും നന്നായിട്ട്. പക്ഷെ ഞാനത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ കേൾക്കുന്ന സ്പീഡിൽ വന്നതിന് ശേഷമാണ്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. റഫീഖ് അഹമ്മദ് ജൂൺ മഴയിൽ എന്ന ആൽബത്തിന് വേണ്ടി ഷഹബാസിന് മുമ്പേ എഴുതി കൊടുത്ത ആൽബമായിട്ട് വന്നു. ആ ആൽബത്തെ എഴുതി കൊടുത്തു. പക്ഷെ അത് ഹിറ്റായി വളരെ സ്വാഭാവികമായിട്ടും നമ്മുടെ ജനകീയ സുഖമുള്ള സിനിമയിൽ വരുന്നത്. അപ്പോ കുറച്ചു പേരുണ്ട്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ ആത്മാവിനുള്ളിൽ ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പ
ചുണ്ടുമായി പറയാത്ത പ്രിയതരമാവൊരു വാക്കിന്റെ മധുരം തുളുമ്പിയ ചുണ്ടുമായി വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൂല ചഷകത്തിനിരുപുറം അവിടെ നോക്കാം. ഈ പാട്ട് വിചാരങ്ങൾക്ക് പാട്ടുകൾക്ക് പാട്ടില്ല. ഈ പാട്ടിൽ നമ്മൾ കാണുന്ന കവിതയുമുണ്ട്. നേരത്തെ രാജീവ് മാഷിനെ പറഞ്ഞ പോലെ മഞ്ചരിയിലായാലും അന്നനടയിലായാലും ഒക്കെ അത്തരത്തിൽ അത് കവിതയായിട്ടും വായിച്ചെടുക്കാം. നേരത്തെ ആലപ്പോട് പല പാട്ടുകളെ കുറിച്ച് പരാമർശിക്കുന്നു. ആ കവിതയിൽ ഇങ്ങനെ ഒരു വരിയുണ്ട്. ആ കവിത സിനിമ പാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സിനിമ പാട്ടിനോട് ഒരു ചിത്രമ നയം പാലിക്കുന്നതിനെ അതിനെ നമ്മൾ ജാഗ്രത ഒന്നും കൂടി വായിക്കേണ്ടത് പാട്ടുകളെ അതിന്റെ ആഴത്തെ വയലാറിന്റെ കവിതയ്ക്ക് അപ്പുറത്തുള്ള കവിതയാണെങ്കിൽ അത് കാണാൻ കഴിയുന്നുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈ പാട്ട് വിചാരം തൽക്കാലം നിർത്തുകയാണ്. ഒന്ന് രണ്ട് കാരണങ്ങളാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്ന്, വളരെ പ്രശ്നമുള്ള തൊണ്ടയോടുകൂടി നിൽക്കുന്നത് നമ്മുടെ സമയത്ത് അയ്യോ ഉണ്ട്, അത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഒരു കാറ്റ് പോലെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അടുത്ത